ഹല്ലേലൂയ. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം 18 മുതൽ ഉള്ള വാക്യത്തിൽ പ്രകാരം പറയാണ്: സിയോൻ പുത്രി, നീ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. നിന്റെ മക്കളുടെ ജീവന് വേണ്ടി ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തുക. ദൈവത്തിനു വേണ്ടി വളർത്തുക, സ്വർഗത്തിനു വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ് വീണ്ടും നമ്മൾ ചിന്തിക്കുന്നത്. സ്വർഗത്തിനു വേണ്ടി ഒരുക്കിയ, ദൈവത്തിനു വേണ്ടി വളർത്തിയ ഒരമ്മേനെയാണ് നമ്മളിന്ന് കാണുന്നത്. 2 മക്കബയരുടെ പുസ്തകത്തിലെ 7-ാം അധ്യായത്തിൽ 7 മക്കളും വിധവയായ ഒരമ്മയുടെ ചരിത്രവും നമ്മൾ കണ്ടിരുന്നു. ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ആ സ്ത്രീ തൻ്റെ 7 ആൺമക്കളെയും 7 പുത്രന്മാരെയും വളർത്തിയത് ഈ ലോകത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി ആയിരുന്നില്ല, ഭൗതികതയ്ക്ക് വേണ്ടി ആയിരുന്നില്ല. മക്കളുടെ ആത്മാവ് മക്കളോടൊപ്പം സ്വർഗത്തിൽ തൻ്റെ അമ്മയ്ക്ക് പിതാവിൻ്റെ സന്നിധിയിലായിരിക്കണമെന്നുള്ള കൊതി കൊണ്ടാണ് ഈ 7 മക്കളെയും വളർത്തിക്കൊണ്ടുവന്നത്. പാപത്തിലേക്ക് ചലിക്കാതെ, ലോകത്തിലേക്ക് വീഴാതെ, ഇടം വലം വ്യതിചലിക്കാതെ ദൈവത്തിൽ ഉറപ്പിച്ച 7 മക്കളെയും വളർത്തിയെടുത്ത ഒരമ്മ ഈ ലോകത്തിലെ ഏതൊരു അമ്മയ്ക്കും ഉത്തമമായ മാതൃകയായി സ്വീകരിക്കാൻ പറ്റുന്നതാണ് 2 മക്കബയരുടെ പുസ്തകത്തിലെ വിധവയായ ഈ 7 മക്കളുടെ അമ്മ. 7 മക്കളും ഈ അമ്മയും ഏകസത്യ ദൈവത്തെ ആരാധിച്ച് ഏകസത്യ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ എന്ന തീരുമാനത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 8 പേരെയും രാജാവ് ബന്ധിക്കുന്നത്. 8 പേരെയും ബന്ധിച്ച് രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ചാട്ടയും ചമ്മട്ടിയും കൊണ്ട് 8 പേരെയും മർദ്ദിച്ചു. പന്നിമാംസം ഭക്ഷിക്കാത്തതിൻ്റെ പേരിൽ. പഴയ നിയമത്തിൽ പന്നിമാംസം നിശ്ചിതമായിരുന്നു. നമ്മുടെ ഈ പുതിയ നിയമത്തിലേക്ക് പൗലോസ്ലീഹ വിഗ്രഹാർപ്പിത ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നത് പോലെ പഴയ നിയമത്തിൽ പന്നിമാംസം നിശ്ചിതമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പന്നിമാംസം കഴിച്ച് ദൈവത്തെ തള്ളിപ്പറയാൻ പറഞ്ഞതിൻ്റെ പേരിൽ, കഴിക്കില്ല എന്ന തീരുമാനത്തിൻ്റെ പേരിൽ 8 പേരെയും ചമ്മട്ടിയും ചാട്ടയും കൊണ്ട് മർദ്ദിക്കുന്നത് കാണുമ്പോൾ മൂത്ത മകൻ ആത്മാവിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് രാജാവിനോട് ചോദിക്കുകയാണ്: എന്ത് ചോദിച്ചറിയാനാണ് നീ ആഗ്രഹിക്കുന്നത്? പിതാക്കന്മാരുടെ നിയമങ്ങൾ ലംഘിച്ച് ഞങ്ങൾ നിത്യനാശത്തിലേക്ക് പോകുന്നതിനേക്കാൾ നിന്റെ കയ്യിൽ മരിക്കാനാണ് ഞങ്ങൾ റെഡിയാകുന്നത്. ശുഭിതനായ രാജാവോ മറ്റ് 7 പേരുടെയും മുമ്പിൽ വെച്ച് മൂത്ത മകൻ്റെ കൈയുടെ വിരലുകളും നാവുകളും അരിഞ്ഞു മാറ്റുകയാണ്. തൊലി ശിരസിൽ നിന്നും മീൻ്റെ തൊലി ഉരിഞ്ഞു മാറ്റുന്നത് പോലെ, മൃഗത്തിൻ്റെ തൊലി ഉരിഞ്ഞു മാറ്റുന്നത് പോലെ മൂത്ത മകൻ്റെ തൊലി ഉരിഞ്ഞു മാറ്റുമ്പോൾ നിസ്സഹായരായി 6 അനിയന്മാരും അമ്മയും ഏകകണ്ഠമായി കൈകോർത്ത് പിടിച്ച് ചങ്കുപൊട്ടി കരയാണ്. എന്തിനു വേണ്ടിയാണ് കരയുന്നറിയാവോ? ആ വേദനയുടെ നിമിഷങ്ങളിൽ, ആ സഹനത്തിൻ്റെ തീച്ചൂളയിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിത്യനാശത്തിലേക്ക് പോകാതെ ധീരതയോടെ ദൈവത്തിനു വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാൻ വേണ്ടിയാണ് ഈ അമ്മ പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ടവരെ, ഒറ്റ വെട്ടിനോ ഒരു വെടിക്കോ കൊല്ലയാണെങ്കിൽ നമുക്ക് മരിക്കാൻ എളുപ്പമാണ്. ഇഞ്ചിഞ്ചായി പീഡിപ്പിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ മാറ്റൊരയ്ക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ മാറ്റൊരയ്ക്കപ്പെടുന്നത്. ആ വ്യക്തി തള്ളിപ്പറയാതിരിക്കാൻ ധീരമായൊരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ ഒരു ഗ്രൂപ്പ് രാജാവിൻ്റെ മുമ്പിൽ പതറുന്നില്ല എന്ന് കണ്ടിട്ടും തൊലി ഉരിഞ്ഞു മാറ്റുമ്പോഴും ദൈവത്തെ മാത്രം ആരാധിച്ച് ദൈവത്തെ മാത്രം സ്തുതിച്ചുകൊണ്ടിരുന്ന അവൻ്റെ ധീരത കണ്ടപ്പോൾ രാജാവിന് പൈശാചികമായി അരിശ്യം തോന്നിയിട്ട് വാറച്ചട്ടി ചുട്ടുപഴിപ്പിച്ചിട്ട് പച്ച മാംസത്തെ ചട്ടിക്കകത്ത് കൊണ്ട് പൊള്ളിക്കുകയാണ്. ശരീരത്തെ ഉരുകി ഇറങ്ങുമ്പോഴും അവിടെ കടന്നുകൊണ്ട് ധീരമായ മരണം മൂത്ത മകൻ മരിക്കാൻ വേണ്ടി അമ്മയും 6 അനുജന്മാരും പ്രാർത്ഥിക്കുകയാണ്. ഈ ലോകത്തിലെ ഒരു മനുഷ്യനും അത് സാധിക്കില്ല, പക്ഷെ അത് സാധിക്കും. ദൈവത്തിന് വേണ്ടി ജീവിച്ച് സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്വർഗത്തെ നോക്കി വളർന്ന ഒരു വ്യക്തിക്ക് പറ്റും. അതാണ് ധീര രക്തസാക്ഷികളുടെ സഭയുടെ ചരിത്രം. എണ്ണയ്ക്കകത്തിട്ട് യോഹന്നാനെ പൊള്ളിക്കുന്ന സമയത്തും ഒരു പുറം വെന്ത് മറുപുറം മറച്ചിടുവാന്നുകൊണ്ട് ഹല്ലേലൂയ പാടിയതുപോലെ, ബർത്തലോമിയോടെ തൊലി ഉരിഞ്ഞു മാറ്റുമ്പോഴും ധീരമായി ഹല്ലേലൂയ പാടിയതുപോലെ, ആദിമസഭയുടെ അമ്മമാരുടെ നെഞ്ചിൽ പറ്റിപ്പിടിച്ചിരുന്ന കുഞ്ഞുങ്ങളെ വലിച്ചെടുത്ത് സിംഹങ്ങളുടെ വായിലിട്ട് കൊടുക്കുമ്പോഴും
അമ്മമാരുടെ മുമ്പിൽ വെച്ച് സിംഹങ്ങൾ തൻ്റെ മക്കളെ ഭക്ഷിക്കുമ്പോഴും സ്വർഗത്തെ നോക്കി അവർ ഹല്ലേലൂയ പാടാൻ പ്രചോദനം കിട്ടിയത് എന്താണെന്നറിയാമോ? ഈ ഭൂമിയിലെ ജീവിതം ക്ഷണികമാണ്, വേറൊരു ജീവിതം ഉണ്ട് എന്ന് ആത്മാവിൽ അവർക്ക് വെളിപ്പെട്ട് കിട്ടി. ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടി. അവരെ തോൽപ്പിക്കാൻ ഈ ലോകത്തിന് കഴിയില്ല. ദൈവത്തിന് വേണ്ടി ജീവിച്ച് സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു പൈതലിനെ തോൽപ്പിക്കാൻ ലോകത്തിന് കഴിയില്ല പ്രിയപ്പെട്ടവരെ. ഒരു സഹനത്തിനും കഴിയില്ല. അതാണ് അവിടെ കാണുന്നത്. രണ്ടാമത്തെ മകനെയും അതേപോലെ തന്നെ ശരീരങ്ങളെ ഇഞ്ചിഞ്ചായി പീഡിപ്പിച്ചു. പാറച്ചട്ടിയിലെടുത്തിട്ട് പൊള്ളിക്കുമ്പോൾ ബാക്കി 5 പേരും അമ്മയോടും ചേർന്ന് ആരാധിക്കുകയാണ്. എന്തിനു വേണ്ടിയാ? മകൻ ധീരമായി മരിക്കും. അങ്ങനെ 6 പേരെയും കൊന്നു. രാജാവിൻ്റെ കണക്ഷൻ പോയി. രാജാവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. രാജാവ് പറയാണ്, നീ ഒരു അമ്മയാണോ? സത്യമാണ്. ഈ ലോകത്തിൻ്റെ ഒരു അമ്മയ്ക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. കൺമുമ്പിൽ വെച്ച് ഇഞ്ചിഞ്ചായി തൻ്റെ കുഞ്ഞിനെ കൊല്ലുന്നത് ലോകത്തിലെ ഒരമ്മയ്ക്കും കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. എന്നാൽ ഈ അമ്മ ഈ ലോകത്തെ അല്ല കണ്ടത്. ആ സഹനത്തിൻ്റെ തീച്ചൂളയിൽ അവിടെ നിൽക്കുമ്പോൾ അമ്മ ആത്മാവിൽ പിതാവായ ദൈവത്തെ ദർശിച്ചു, സ്വർഗത്തെ ദർശിച്ചു. പ്രിയപ്പെട്ടവരെ, മൂത്ത മകൻ്റെ ആത്മാവ് പറന്നുയർന്ന് ദൈവസന്നിധിയിൽ മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ഈ അമ്മ ആത്മാവിൽ കണ്ടു. ഒരമ്മയ്ക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. കാരണം എന്നാൽ ഈ 7 മക്കളുടെ അമ്മ ലോകത്തിൻ്റെ അമ്മയല്ല, സ്വർഗത്തിൻ്റെ അമ്മയാണ്. ലോകത്തിലായിരിക്കുമ്പോഴും സ്വർഗത്തെ ദർശിച്ചത് കൊണ്ടാണ് അത് കണ്ടുകൊണ്ട് നിന്നത്. രാജാവ് ചോദിച്ചു, നീ ഒരു അമ്മയാണോ? അവളെ നിർബന്ധിച്ചു, നീ അവനെ പിന്തിരിപ്പിക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, അമ്മ ഇങ്ങനെ മകനെ പിന്തിരിപ്പിക്കാമെന്ന് പറഞ്ഞ് ഏറ്റുകൊണ്ട് 7ാമത്തെ മകനെ ചങ്കിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു അമ്മ പറയുന്ന വാക്കാണ്, മകനെ, നിന്നെ ഞാൻ 9 മാസം വയറ്റിൽ വഹിക്കുകയും 3 വർഷം മുലയൂട്ടുകയും ചെയ്ത നിന്റെ അമ്മ നിന്നോട് കെഞ്ചുകയാണ്. 9 മാസം 10 മാസം വയറ്റിൽ ഉദരത്തിൽ വഹിച്ചു 3 വർഷക്കാലം നിനക്ക് പാല് തന്ന് നിന്നെ വളർത്തിയ നിന്റെ അമ്മ നിന്നോട് കെഞ്ചുകയാണ്. നിന്റെ ജ്യേഷ്ഠന്മാർ തിരഞ്ഞെടുത്ത അതേ വഴി തന്നെ നീയും തിരഞ്ഞെടുക്കുക. നിന്റെ ജ്യേഷ്ഠന്മാരോടൊപ്പം സ്വർഗത്തിൽ വെച്ച് എനിക്ക് നിന്നെ കണ്ടുമുട്ടുമാർ ആകട്ടെ. എത്രയോ സുന്ദരമായ വാക്കുകളാണ്. എന്ന് വെച്ചാൽ ഈ അമ്മ ഒരുക്കിയത് എഞ്ചിനീയർ ആക്കാൻ വേണ്ടിയല്ല, എപ്പോഴും പറയുന്ന വാക്ക് ഞാൻ, ഡോക്ടറാക്കാൻ വേണ്ടിയല്ല, ഈ ഭൗതികതയ്ക്ക് വേണ്ടിയല്ല, ലക്ഷ്യങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയല്ല, വിദേശത്ത് പോയി സമ്പത്ത് ഇങ്ങോട്ട് അയച്ചു തരാൻ വേണ്ടിയല്ല. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, അതൊക്കെ തരണം. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പൈതല് മാതാപിതാക്കൾക്ക് തരേണ്ടതാണ്, അവരങ്ങനെ ആകേണ്ടതാണ്. എന്നാൽ ഈ അമ്മ ഒരുക്കിയത് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ അമ്മ ധീരതയോട് പറയുന്നത്, മകനെ, നിന്റെ ജ്യേഷ്ഠന്മാരോടൊപ്പം എനിക്ക് അവിടെ വച്ച് നിന്നെ കണ്ടുമുട്ടണം. അതിനുവേണ്ടി നീ അവര് തിരഞ്ഞെടുത്ത വഴി നീ തിരഞ്ഞെടുക്കുക. ഇനി ഒന്ന് ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, ഈ ഇളയ മകനെ രാജാവ് വിളിച്ചിട്ട് പറയുകയാണ്, നീ ഞാൻ പറയുന്നത് ചെയ്താൽ, പന്നിമാംസം ഭക്ഷിച്ചാൽ, ദൈവത്തെ നിഷേധിച്ചാൽ, നിനക്ക് എൻ്റെ ഏറ്റവും ഉത്തമമായ സ്നേഹിതനായി തീരാം. ആവോളം സമ്പത്തും ഉന്നതമായ പദവിയും ഞാൻ നിനക്ക് നൽകാം. ഈ ലോകത്തിൻ്റെതായ എല്ലാ ഓഫറുകളുമാണ് അവന് ചെയ്തത്. ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു പെണ്ണിന് വേണ്ടി, ഒരു ചെറുക്കിന് വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി, ഒരു എക്സാമിന് വേണ്ടി, എന്താ പറയുക, ഭൗതികമായ ഒരു അല്പ നേട്ടത്തിന് വേണ്ടി ദൈവത്തെ നിസ്സാരമായി തള്ളിക്കളഞ്ഞുകൊണ്ട് പാപത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന യുവതി യുവാക്കളൊക്കെ ഇത് ഏറ്റെടുക്കേണ്ടതാണ്. കുഞ്ഞുമക്കളൊക്കെ ഇത് ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ടതാണ്. ഈ ലോകത്തിൻ്റെ സുഖമോഹങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുമ്പോഴും നോ പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമുക്ക് വേണ്ടി കാൽവരിയിൽ ഇഞ്ചിഞ്ചായി പിടഞ്ഞു മരിച്ച യേശു എന്ന ഏക വ്യക്തിത്വം കൊണ്ടാണ്. ആ യേശു നമുക്ക് നിത്യത കാണിച്ചു തന്നുകൊണ്ടാണ്. യോഹന്നാൻ 17:24 പറഞ്ഞില്ലേ, പിതാവേ, ഞാൻ ആയിരിക്കുന്നിടത്തും അവരും ആയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. മകളെ, കർത്താവ് 33 വർഷമേ ഇവിടെ ജീവിച്ചോളൂ. പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് നമ്മളും അവിടെ ആയിരിക്കാൻ വേണ്ടി യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, ഞാൻ ആയിരിക്കുന്നിടത്ത്. പഴയ നിയമത്തിൽ 7 മക്കളുടെ അമ്മയായ ഈ അമ്മ ഇളയ മകനോടും പറഞ്ഞിങ്ങനെയാണ്, പിതാവിൻ്റെ സന്നിധിയിൽ വെച്ച് നിന്റെ ജ്യേഷ്ഠന്മാരോടൊപ്പം എനിക്ക് നിന്നെ കണ്ടുമുട്ടണം.
അതുകൊണ്ട് നീ ധീരമായി മരിക്കുക. രാജാവിനെയോട് വെല്ലുവിളിച്ചുകൊണ്ട് ധീരമായാണ് ഈ മകൻ മരിച്ചത്. പ്രിയപ്പെട്ടവരെ, അതാണ് വിലാപങ്ങളുടെ പുസ്തകത്തിലെ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് പറയാൻ ആഗ്രഹിച്ചത്. സിയോൻ പുത്രി, നീ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക, ഉറക്കെ നിലവിളിക്കുക. ജലധാര പോലെ നിന്റെ ഹൃദയങ്ങൾ ചൊരിയുക. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി കൈകൾ ഉയർത്തുക. പാപത്തിന്റെ വഴികളിലൂടെ, ലോകത്തിന്റെ മോഹങ്ങളിലൂടെ, അടിമത്തത്തിലൂടെ സഞ്ചരിച്ച് നിത്യ നരകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള മക്കൾക്ക് വേണ്ടി കരയണം. വിലാപങ്ങളിൽ വിലപിച്ചതുപോലെ ചങ്കുപൊട്ടി കരയണം. അങ്ങനെ കരഞ്ഞ് സ്വന്തമാക്കിയ ഒരു അമ്മയുടെ പേരാണ് വിശുദ്ധ മോനിക്ക. നിരവധി സ്ത്രീകളുമായി ലൈംഗിക അരാജകത്വത്തിൽ പോയ, പാപത്തിന്റെ വഴികൾ തിരഞ്ഞെടുത്ത അഗസ്ത്യൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് വേണ്ടി ഒരു അമ്മ നീണ്ട വർഷങ്ങൾ കരഞ്ഞു. 1 വർഷമോ 2 വർഷമോ 3 വർഷമോ അല്ല, കരഞ്ഞ് 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 കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി കണ്ണുകൾ ചാലായി തീർന്നു. കരച്ചിൽ നിർത്തിയില്ല. നിരാശ കാർമേഘം പോലെ മനസ്സിൽ കൂടിയ സമയത്ത് ആത്മീയ പിതാവിനോട് വിശുദ്ധ മോനിക്ക ചോദിച്ചു, പിതാവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? മോനിക്ക, ഇന്നലെ നീ എന്താണോ ചെയ്തത്, ഇന്നും നാളെയും അത് തന്നെ ചെയ്തത്. എന്താ ഇന്നലെ ചെയ്തത്? ഇന്നലകളിൽ തൻ്റെ മകൻ്റെ വഴിവിട്ട ജീവിതത്തെ ഓർത്ത്, പാപത്തിൻ്റെ വഴികളെ ഓർത്ത്, മകൻ്റെ ആത്മാവിനെ ഓർത്ത് കരയുകയായിരുന്നു ഈ അമ്മ. കരഞ്ഞു. ഒരു ദിവസം ആ കണ്ണുനീരിനൊരു ഉത്തരം നൽകി. അഗസ്ത്യൻ്റെ ഉള്ളിൽ പാപത്തിൻ്റെ സുഖം വിട്ടുപോയി, അസ്വസ്ഥതയേറി, ഈറ്റുനോവ് അനുഭവിച്ചു. ഒരു സ്വരം കേട്ട് തുറന്നു വായിക്കുക. തുറന്നു വായിച്ചപ്പോൾ രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു, പകലിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. വിശുദ്ധ അംബ്രോസിന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹം മാറി. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് 1 വർഷം കൊണ്ട് മാനസാന്തരപ്പെടുത്താഞ്ഞത്? എന്തുകൊണ്ടാണ് 10 വർഷം കൊണ്ട് മാനസാന്തരപ്പെടുത്താഞ്ഞത്? എന്തുകൊണ്ടാണ് മോനിക്കയുടെ വിശുദ്ധിയായൊരു മോനിക്ക, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ ഒരു അമ്മ, ഇത്രയും വർഷം പ്രാർത്ഥിച്ചിട്ടൊരു ഉത്തരം കിട്ടാഞ്ഞത്? ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. മോനിക്ക മകന് വേണ്ടി പ്രാർത്ഥിച്ച് കരഞ്ഞ് കർത്താവിൻ്റെ ഹൃദയത്തോട് ഒട്ടണമെന്ന്. അങ്ങനെ സഭയിൽ ഒരു അമ്മ വിശുദ്ധ വേണമെന്ന്. അല്ലയോ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കരയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പെട്ടെന്ന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിർത്തിക്കളയരുത്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിങ്ങളിൽ ഒരു അമ്മ വിശുദ്ധയെ കാണുന്നുണ്ട്, ഒരപ്പനെ കാണുന്നു, ഒരു വിശുദ്ധനായ ഒരു അപ്പനെ കാണുന്നുണ്ട്. മക്കൾക്ക് വേണ്ടി നിങ്ങൾ എത്രത്തോളം കരയുന്നോ, നിങ്ങൾ പോലും അറിയാതെ ആ കർത്താവിൻ്റെ നെഞ്ചിലേക്ക്, ആ ഹൃദയത്തിലേക്ക് നിങ്ങളായിത്തീരും. അതുകൊണ്ട് കരച്ചിൽ നിർത്തരുത്. എത്രത്തോളം മക്കൾ മാനസാന്തരപ്പെടുന്നതുവരെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി വളർത്തി സ്വർഗത്തിന് വേണ്ടി ഒരുക്കുന്ന ഒരു മാതാപിതാക്കൾക്ക് മാത്രമേ മകൻ്റെ ഭാര്യയായി ഒരു പെൺകുട്ടി വീട്ടിലേക്ക് വരുമ്പോൾ മകളായി സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മരുമകളായിട്ടും സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു യുവാവ് വീട്ടിൽ വരുമ്പോൾ മകനായാണ് സ്വീകരിക്കേണ്ടത്. ഈ ജീവിതത്തിൽ മരുമകളായി സ്വീകരിക്കരുതും, മകളായി സ്വീകരിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിലെ 73 പുസ്തകത്തിലെ മരുമകളെ മകളായി സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരു പുസ്തകം തന്നെ ദൈവമായ കർത്താവ് കൊടുത്തു. റൂത്ത് എന്ന് പറയുന്ന മരുമകളെ നമോമി എന്ന് പറയുന്ന അമ്മായിയമ്മ മരുമകളായിട്ടല്ല സ്വീകരിച്ചത്, മകളായിട്ടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് 2 ആമക്കളും മരിച്ചുപോയിട്ടും അമ്മായിയമ്മയെ ഇടം വലം വ്യതിചലിക്കാതെ, അമ്മായിയമ്മയെ ഉപേക്ഷിക്കാതെ റൂത്ത് അമ്മയുടെ കൂടെ തന്നെ കൂടിയത്. മകളായി സ്വീകരിച്ചത് കൊണ്ടാണ് റൂത്ത് മരുമക്കളോട് പറഞ്ഞത്, മക്കളെ, എനിക്കിനി മക്കളില്ല നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിട്ട് തരാൻ. നിങ്ങൾ വീടുകളിൽ പോയി മോശയുടെ നിയമപ്രകാരം വേറെ കല്യാണം കഴിച്ച് ജീവിക്കുക. എന്നാൽ ഒരു മകൾ അമ്മായിയമ്മയെ ചുംബിച്ചുകൊണ്ട് പടിയിറങ്ങുമ്പോൾ റൂത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മയെ വിട്ടുപിരിയാൻ എന്നെ അനുവദിക്കരുത്, അമ്മയെ വിട്ടുപിരിയാൻ എന്നെ അനുവദിക്കരുത്. അമ്മ പോകുന്നിടത്ത് ഞാൻ വരും, അമ്മ ജീവിക്കുന്നിടത്ത് ജീവിക്കും. അമ്മയുടെ ബന്ധുക്കൾ എൻ്റെ ബന്ധുക്കളാണ്, അമ്മയുടെ ദൈവം എൻ്റെ ദൈവമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പ്രതിഫലം കൊടുത്തെന്താണെന്നറിയാമോ? വളരെയേറെ ദാരിദ്ര്യത്തിലും ഞെരുക്കത്തിലും പട്ടിണിയിലും കഷ്ടതയിലും ദുരിതത്തിലൂടെയും കടന്നുപോയ റൂത്തിൻ്റെ അമ്മായിയമ്മയായ നമോമിയെ പിൻകാലത്ത് അതിസമ്പന്നതയാക്കിയാണ് ദൈവം. അതിലും കൊണ്ടും ദൈവം തീർക്കുന്നില്ല. 73 പുസ്തകത്തിലെ
ഒരു പുസ്തകം കൊടുക്കാനായി റൂത്തിൻ്റെ പുസ്തകം. എൻ്റെ സഹോദരിമാരെ, നിങ്ങൾ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ, കല്യാണത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങി ഒരു പെൺകുട്ടി വീട്ടിൽ ചെല്ലുമ്പോൾ, ഭർത്താവിൻ്റെ മാതാപിതാക്കള് സ്വന്തം മാതാപിതാക്കളായി തീരണം. എൻ്റെ അമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ മകനെ വിവാഹത്തിന് വേണ്ടി ഒരുക്കി വിവാഹത്തിലേക്ക് അയക്കുമ്പോൾ, മകൻ്റെ ഭാര്യയായി ഒരു പെൺകുട്ടി വരുമ്പോൾ നിങ്ങൾ മരുമകളായി സ്വീകരിക്കരുതും, മകളായി ഹൃദയത്തിൽ സ്വീകരിക്കണം. എത്ര പേർക്ക് പറയാൻ പറ്റും? അങ്ങനെ ആരെങ്കിലും സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരു റൂത്തിൻ്റെ സ്പിരിറ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഒരു നമോമിയുടെ സ്പിരിറ്റ് നിങ്ങളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു അനുഭവം നിങ്ങളോട് പറയട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് 2004 കാലഘട്ടത്തിൽ ഒരമ്മയെ കാണണമെന്ന് തോന്നി ഞാൻ പോകാൻ നിർബന്ധിതനായി. റജിമോൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അമ്മയാണ്. ആ ദേശവും ആ പ്രദേശം മുഴുവൻ അറിയുന്ന വാർത്ത. 4 പെൺകുട്ടികളാണ് റജിമോളുടെ അമ്മയ്ക്ക്. റജിമോളെ നേഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് അമ്മയെക്കുറിച്ച് കേട്ടപ്പോൾ അമ്മയെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ അവിടെ ചെന്നത്. തൂക്കുപാലം കടന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കൽപ്പണിയെടുത്ത് മുഷിഞ്ഞ വേഷവുമായി പുഞ്ചിരിച്ചുകൊണ്ട് റജിമോളുടെ അമ്മ എൻ്റെ അടുത്ത് വരികയാണ്. ബ്രദർ വരുമെന്ന് പറഞ്ഞു, വാ നമുക്ക് വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് പ്രായമായ ഒരു അപ്പനും അമ്മയും അവിടെ ഉണ്ട്. എൻ്റെ അടുത്ത് ആ അപ്പനും അമ്മയും പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ പൊന്നു മോനെ, ബ്രദറെ, എങ്ങനെയാണ് എൻ്റെ ഈ തങ്കം പോലുള്ള ഈ മോളെയും 4 കൊച്ചുമക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ മോൻ ഇങ്ങനെ പോകാൻ ഇടയായത് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഈ അപ്പൻ്റെയും അമ്മയുടെയും ഏക മകൻ ഈ മരുമകളെയും 4 പെൺകുട്ടികളെ ഉപേക്ഷിച്ചുകൊണ്ട് വേറെ കല്യാണം കഴിച്ചു. എന്നാൽ ഈ അമ്മ ചെയ്തെന്താണെന്നറിയോ? റജിമോളുടെ അമ്മ 4 പെൺകുട്ടികളുടെ കൂട്ടത്തിൽ ഈ അപ്പനെയും അമ്മേനെയും സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് മരണം വരെ ശുശ്രൂഷിച്ചു. കൽപ്പണിയെടുത്ത് 6 വയറ് കഴിയുവാൻ വേണ്ടി കൽപ്പണിയെടുത്ത് ശരീരത്തിലെ നടുവിൻ്റെ ഡിസ്ക് പോയി. അതിൻ്റെ പ്രതിഫലം ദൈവം കൊടുത്തത് ഇങ്ങനെയാണ്: 4 പേരെയും നേഴ്സിങ്ങിന് പഠിപ്പിക്കാൻ ദൈവം തിരുമനസ്സായി. 4 പേരെയും സമൃദ്ധമായി അനുഗ്രഹിച്ചു. ഇന്ന് മടമ്പത്ത് ഏറ്റവും നല്ലൊരു കുടുംബമായി തലപൊക്കി നിൽക്കുകയാണ് അവിടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവിനെ കുറിച്ച് മോശമായതൊന്നും പറയാതെ, ഭർത്താവിൻ്റെ മാതാപിതാക്കളെ തള്ളിക്കളയാതെ, അനാഥരാക്കി വിടാതെ, ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളായി സ്വീകരിച്ചുകൊണ്ട് അവരെ മരണം വരെ ശുശ്രൂഷിച്ച റജിമോളുടെ അമ്മയെക്കുറിച്ച് ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് ഒരുപക്ഷെ അവർ കേൾക്കുമായിരിക്കാം. ഇത് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ, റജിമോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മയെക്കുറിച്ച് പറയണം. എൻ്റെ അമ്മയുടെ മാതൃകയാണ് ഞങ്ങൾക്കൊരു ഉത്തമ കുടുംബജീവിതം നയിക്കാൻ. ഈ 4 പെൺകുട്ടികളും നല്ല കുടുംബജീവിതം നയിക്കുകയാണ്. ഭർത്താക്കന്മാരെ വ്യതിചലിക്കാതെ, ഭർത്താക്കന്മാരെ അനുസരിച്ചുകൊണ്ട്, ഭർത്താക്കന്മാർക്ക് വിധേയപ്പെട്ടുകൊണ്ട് 4 പേരും സന്തോഷകരമായൊരു കുടുംബജീവിതം നയിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഭർത്താക്കന്മാരുടെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ അവരെ പ്രചോദിപ്പിച്ചതിൻ്റെ കാരണം എന്താണ്? ഈ അമ്മയാണ് പ്രചോദനം. റൂത്തിലൂടെ നമോമിക്ക് കിട്ടിയ ആ സ്നേഹം, നമോമിയിലൂടെ റൂത്തിന് കിട്ടിയ ആ സ്നേഹം. പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 സുവിശേഷത്തിൽ കാണാം, പത്രോസിന്റെ ഭവനത്തിലേക്ക് യേശു പോകാൻ നിർബന്ധിതനായാണ്. പത്രോസിന്റെ ഭവനത്തിലേക്ക്. കാരണം എന്താ? പത്രോസിന്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് പത്രോസിന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പത്രോസിന്റെ അമ്മായിയമ്മയെ പത്രോസ് ശുശ്രൂഷിക്കുകയായിരുന്നു. ഏതൊരു പുരുഷനും തൻ്റെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കള് സ്വന്തം മാതാപിതാക്കളായി സ്വീകരിക്കണം. ഏതൊരു സ്ത്രീയും തൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളായി സ്വീകരിക്കണം. തോബിത്തിന്റെ കരങ്ങളിലേക്ക് തൻ്റെ മകൾ സാറായെ കൊടുത്തു വിടുന്നതിന് മുമ്പ് സാറായുടെ പിതാവ് കൊടുക്കുന്ന സുന്ദരമായൊരു ഉപദേശം ഇതാണ്. മകളെ ചേർത്ത് പിടിച്ചിട്ട് ഇപ്രകാരമാണ് പറയുന്നത്: മകളെ, ഇനി മുതൽ നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളാണ് നിന്റെ മാതാപിതാക്കൾ. ഇനി മുതൽ നിന്റെ ഭർത്താവിൻ്റെ ഭവനമാണ് നിന്റെ ഭവനം. നിന്നെക്കുറിച്ച് നല്ലത് മാത്രം പറയാൻ ഇടയാകട്ടെ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചുംബിച്ചുകൊണ്ട് മക്കളെ വീട്ടിൽ നിന്നും പറഞ്ഞു വിടുകയാണ്. എത്ര മാതാപിതാക്കൾക്ക് പറയാൻ പറ്റും കെട്ടിച്ചു വിടുന്ന പെങ്കൊച്ചിനോട്, നിന്റെ വീട് ഇനി അതാണ്, നിന്റെ ഭവൻ, നിന്റെ മാതാപിതാക്കൾ അതാണെന്ന്? എത്ര മാതാപിതാക്കൾക്ക് പറയാൻ പറ്റും പ്രിയപ്പെട്ടവരെ? അങ്ങനെ പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്രയോ സുന്ദരമായിരുന്നു. ദൈവത്തിന് വേണ്ടി വളർത്തി സ്വർഗത്തിന് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവ പൈതല് ചെന്നു കയറുന്ന ഭവനം സ്വന്തമായി തീരും. ചെന്നു കയറുന്ന വീട്ടിലെ മാതാപിതാക്കൾ സ്വന്തമായി തീരും. മറിച്ച് ദൈവത്തിന് വേണ്ടി വളരാതെ സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങാത്തവർക്ക് ലോകത്തിൽ അധപ്പതിച്ചു പോകാൻ സാധ്യതയേറെയുണ്ട്. അതാണ് ഈ കാലഘട്ടത്തിൽ അനേകരിൽ കാണുന്നത്. ഈ ലോകത്തിൻ്റെ അരൂപിയാണ് അവരെ ഭരിക്കുന്നത്. ഓ സർവശക്തനായ ദൈവമേ,
അനേക കുടുംബങ്ങളെ അങ്ങ് വീണ്ടെടുക്കണമേ. ദുഷ്ടതയുടെ കെട്ടുകളെ പൊട്ടിക്കണമേ. കുടുംബജീവിതങ്ങളെ തകർത്ത് കളയുന്ന എല്ലാ വ്യാജ സ്പിരിറ്റിനെയും നശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.